അങ്ങനെ കറുപ്പിലൂടെ സൂര്യ തിരിച്ചു വന്നിരിക്കുകയാണ്. തമിഴ് സിനിമാ ലോകത്തും സൂര്യയുടെ ആരാധകർക്കിടയിലൊക്കെ വലിയൊരു ആവേശം തന്നെയാണ് കറുപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത്. എത്രയോ നാളുകളായി നമ്മൾ തന്നെ മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിംഗം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം അതുപോലെ ഒരു വിജയം സൂര്യയ്ക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളത്. എന്തായാലും ഏകദേശം ഒരു 15 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് സൂര്യ വീണ്ടും ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് വന്നിരിക്കുകയെന്നാണ് ഒരു കളക്ഷനൊക്കെ സൂചിപ്പിക്കുന്നത്. 100 കോടിയൊക്കെ കടന്ന് സിനിമ എന്തായാലും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ആരാധകർ അല്ലെങ്കിൽ തമിഴ് സിനിമാ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു നടനെ കുറിച്ച് തന്നെയാണ്. അത് വിക്രമാണ്. കാരണം വിജയ്, അജിത്, വിക്രം, സൂര്യ ഇങ്ങനെയായിരുന്നല്ല ഒരു ജനറേഷൻ വെച്ചിട്ടുള്ള ഒരു താരങ്ങളെ കുറിച്ച് പറഞ്ഞത്. പണ്ട് മുതലേ പറഞ്ഞെങ്കിൽ ശിവാജി, MGR, അത് കഴിഞ്ഞ് കമൽ, രജനി, പിന്നീട് 90കളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ വിജയ്, അജിത്, അത് കഴിഞ്ഞ് 2000-നൊക്കെ ശേഷം അത് വിക്രം, സൂര്യ എന്നിങ്ങനെയായിരുന്നു ഒരു സിനിമാ ലോകം ഉറ്റുനോക്കിയിരുന്ന സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത്. അതിൽ വിജയ് രാഷ്ട്രീയത്തിലോട്ട് വന്നു, അജിത്ത് അഭിനയം നിർത്തുന്നു എന്ന് കേൾക്കുന്നു, പൂർണ്ണമായിട്ടും റേസിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു. പിന്നെ സൂര്യയും വിക്രമമാണ്. ഇനി അവർ രണ്ടുപേരും ഒന്ന് ഉഷാറായാൽ മാത്രമേ ഒരു സീനിയേഴ്സ് ഇപ്പോൾ അവർ രണ്ടുപേരാണ് ആ ഒരു സൂപ്പർ സ്റ്റാർസിന്റെ ഇടയിൽ ഇന്നുള്ള ഒരു ആക്റ്റീവ് സീനിയേഴ്സ്. അത് കഴിഞ്ഞ് പിന്നെ ചിമ്പു, ധനുഷ് ഒക്കെ വേറെ ഒരുപാട് ശിവകാർത്തികൻ വരെ എത്തി നിൽക്കുന്നു. പക്ഷെ വിജയും സൂര്യയും കൂടി ഒന്ന് ഉഷാറായാൽ മാത്രമേ അവർ ഹിറ്റുകൾ കൊടുത്താലേ ഒരു ബോക്സ് ഓഫീസിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അതൊരു വലിയൊരു ഉന്മേഷം നൽകുള്ളൂ എന്നുള്ളതൊക്കെ പല ചർച്ചകളുണ്ട്. എന്തായാലും സൂര്യ ഇപ്പോൾ കറുപ്പിലോട് ഒരു ഹിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ അതിനുശേഷം ഇനി വേറെ വെങ്കി ആറ്റ്ലൂരിയുടെ ഒരു സിനിമ, നമ്മുടെ വാത്തിയൊക്കെ ഡയറക്ട് ചെയ്ത ലക്കി ഭാസ്കർ ഡയറക്ടർ സിനിമയാണ് ചെയ്യുന്നത്. വേറെ ജിത്തു മാധവന്റെ, നമ്മുടെ ആവേശത്തിന്റെ ജിത്തു മാധവന്റെ സിനിമ ചെയ്യുന്നു. അതും വലിയൊരു ആവേശമാണ്, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി വിക്രമിന്റെ അവസ്ഥയാണ്. വിക്രം നമുക്കറിയാം, ഒരു കാലത്ത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂര്യയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. ഞാൻ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്തും എതിർത്തിട്ടും വിമർശനങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് സന്തോഷമാണ് എല്ലാം നിങ്ങളുടെയൊക്കെ കമന്റുകൾ വരുന്നത്. പിന്നെ അതിൽ ഞാൻ പറഞ്ഞൊരു പോയിന്റാണ്, ഒരു കാലത്ത് വിജയ്ക്കും അല്ലെങ്കിൽ അജിത്തിനും ഒക്കെ മുകളിലായിരുന്നു സൂര്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈം പീരീഡ് 2008, 2009 ആ ഒരു കാലഘട്ടം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു 10 വരെ നമുക്ക് കൂട്ടാം. കാരണം 2008 വാരണമായിരവും, അത് കഴിഞ്ഞ് 2009 അയൻ, ആദവൻ, അത് കഴിഞ്ഞ് 2010 സിംഗം. ഈ ഒരു കാലഘട്ടത്തിൽ വിജയ്ക്ക് ഹിറ്റുകൾ കുറവാണ്. വിജയ് കുറച്ച് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. സൂര്യക്ക് വിജയ്ക്കാട്ടും കൂടുതൽ ഹിറ്റുകളുണ്ട്. വിക്രമിന് വന്ന സിനിമകൾ വലിയ വിജയമല്ലാത്ത ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് രജനിക്ക് തൊട്ട് താഴെ എന്നുള്ള രീതിയിൽ സൂര്യ വന്നിരുന്നത്. പിന്നീട് തുപ്പാക്കിയോടുകൂടി 2012 ഇറങ്ങിയ തുപ്പാക്കിയോടുകൂടി വീണ്ടും വിജയ് മുന്നിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ സൂര്യ കുറച്ച് താഴോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ വ്യക്തമായിട്ട് ഞാൻ ആ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് വിക്രമിന്റെ കാര്യം. വിക്രം എന്ന് പറയുന്ന ഒരു നടൻ നമുക്ക് എല്ലാവർക്കും മലയാളത്തിൽ നിന്നാണ് ശരിക്കും കൂടുതൽ അദ്ദേഹം സിനിമകൾ തുടക്കകാലത്ത് ചെയ്തിട്ടുള്ളത്. അവിടെ തമിഴിൽ ചെയ്തിട്ടുണ്ട്. തമിഴിൽ 1990-ലും 91-ലൊക്കെ 1-2 സിനിമകളൊക്കെ ചെയ്ത് അവിടെ വലുതായിട്ട് വിജയിക്കാതെയാണ് അദ്ദേഹം ധ്രുവം എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ അദ്ദേഹത്തെ സൈന്യം എന്ന് പറയുന്ന സിനിമ, ഇന്ദ്രപ്രസ്ഥം, പിന്നെ അദ്ദേഹം ബാബു ആന്റിയുടെ ഒക്കെ ചില സിനിമകളിലെ വില്ലനായിട്ടും നായകനായിട്ടും ഇവിടെ ഇതാ ഒരു സ്നേഹഗാഥ പോലത്തെ സിനിമകളൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം തെലുങ്കിൽ ചെയ്യുന്നുണ്ട്, തമിഴിൽ ചെയ്യുന്നുണ്ട്, ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട്. നമ്മൾ ഈ അവിടുത്തെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററായ നമ്മൾ കണ്ടിട്ടുള്ള കാതൽ എന്ന് പറയുന്ന സിനിമയിലെ പ്രഭുദേവയ്ക്കും, കാതൽ ദേശത്തിന് അബ്ബാസിനും, അതുപോലെ തന്നെ നടൻ വിനീതിനൊക്കെ പല സിനിമകൾക്കും, അജിത്തിന്, നമ്മുടെ അജിത്തിന് ആദ്യത്തെ സിനിമയിലൊക്കെ ഡബ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വിക്രം. വിക്രം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സിനിമയിൽ വന്ന 89 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം മുതൽ 99 ഒരു 10 വർഷക്കാലം അദ്ദേഹം നായകനായും സഹനടനായും വില്ലനായും ഡബിങ് ആർട്ടിസ്റ്റായും സീരിയൽ നടനായും മോഡലായും ഒക്കെ അദ്ദേഹം സ്റ്റേജ് ഷോസിലൊക്കെ ഡാൻസ് ചെയ്യാനൊക്കെ പോയിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അദ്ദേഹം 99 എന്ന് പറഞ്ഞ വർഷം സേതു എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ വരുന്നത്. 99-ൽ സേതു 97-ലൊക്കെ ഷൂട്ടൊക്കെ തീർന്ന് അദ്ദേഹം ഒരുപാട് കാലങ്ങൾ എടുത്തിട്ടാണ് ആ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചത്. ആ ഒരു സിനിമ വിജയിച്ച ശേഷമാണ് വിക്രമിന് ഒരു വലിയൊരു ബൂം കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ 99-ൽ അതിനുശേഷം 2001 എന്ന് പറയുന്ന ഒരു വർഷം 2 സിനിമകൾ. അതിൽ ദിൽ എന്ന് പറയുന്ന സിനിമ, വിക്രമിന്റെ തന്നെ സുഹൃത്തായ ധരണി, അദ്ദേഹത്തിന്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. ധരണി പിന്നീട് വിക്രമിനെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, വിജയനെ വെച്ചും സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ധരണി, അതേപോലെ ധരണിയുടെ ദില്ലും, അതുപോലെ തന്നെ കാശി എന്ന് പറയുന്ന സിനിമ. ദില്ലാണ് വിക്രമിന്റെ കരിയറിലെ ആദ്യത്തെ ഒരു മാസ് മസാല ഹിറ്റ്, ഒരു സോളോ ഹിറ്റ്. അതിനു മുമ്പ് അദ്ദേഹത്തിന് സേതു ഹിറ്റാണ്, പക്ഷെ സേതു പോലത്തെ സിനിമയല്ല. ദില്ല് ഒരു ആക്ഷൻ പാക്ക് മൂഡിലുള്ള സിനിമയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു സിനിമയാണ്, നല്ല രസമുള്ള ഒരു സിനിമയാണ്. പിന്നെ കാശി എന്ന് പറയുന്ന ഒരു സിനിമ. കാശി നമ്മുടെ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്നൊരു സിനിമയുടെ റീമേക്ക് ആണ്.
ഇതിൽ കലാഭവൻ ചെയ്ത ശേഷം വിനയൻ അവിടെ പോയി ചെയ്യുന്നു. ആ ഒരു സിനിമയോട് കൂടി വിനയനും തമിഴിൽ വലിയ പ്രതിഫലം വാങ്ങുന്ന ഒരു സംവിധായകനൊക്കെ ആയിട്ട് മാറിയതായിരുന്നു അന്നത്. പിന്നെ പക്ഷെ അദ്ദേഹത്തിന് അത് കണ്ടിന്യൂ ചെയ്യാൻ അവിടെ പറ്റിയില്ല. എന്തായാലും ഈ 2 സിനിമകൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2002 എന്ന് പറയുന്ന വർഷം ജെമിനി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ. ആ വർഷത്തെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ബാബ ആ വർഷമാണ് ഇറങ്ങി. ബാബ ശരിക്കും പരാജയമാണ് പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒക്കെ സിനിമ. പക്ഷെ കളക്ഷൻ വൈസ് കളക്ട് ചെയ്തു. ബാബിയായിരുന്നു ഒന്ന് ടോപ്പ് ഗ്രോസർ. ബാബയ്ക്ക് തൊട്ട് താഴെ അന്ന് ജെമിനി ആയിരുന്നു. ജെമിനിയോട് കൂടി തന്നെ വിക്രം ഒരു ശരിക്കുള്ള ഒരു എ ലീഗ് ആക്ടേഴ്സിലേക്ക് മാറി. അത് കഴിഞ്ഞ് ജെമിനി കഴിഞ്ഞ് പിന്നെ കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ അത് കേട്ട അദ്ദേഹത്തിന്റെ കിങ് എന്നുള്ള സിനിമ, സാമുറായ് എന്ന സിനിമ, അതൊന്നും വലുതായിട്ട് വിജയിച്ചില്ല. പക്ഷെ ജെമിനി ഒരു ഹിറ്റ് അവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് 2003 എന്ന് പറയുന്ന ഒരു വർഷം സാമി, ധൂൾ, പിതാമകൻ 3 സിനിമകൾ, 3ഉം വിജയമാണ്. അതിൽ സാമി ബ്ലോക്ക് ബസ്റ്ററാണ്. ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. തൊട്ട് താഴെ തന്നെയായിരുന്നു ധൂളും. ഇത് കഴിഞ്ഞ് പിന്നെ പിതാമകൻ ആ ഒരു ടോപ്പ് 10 ഉണ്ടായിരുന്നതാണ്. ഇത് കഴിഞ്ഞാണ് പിന്നെ അന്നത്തെ ഏറ്റവും വലിയ ഡയറക്ടറായ ശങ്കർ വിക്രമിനെ അന്യനിലേക്ക് കാസ്റ്റ്. അതിനുവേണ്ടി അദ്ദേഹം 2 വർഷം മാറ്റിവെച്ചു. 2005 അന്യൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നു. അന്യനും ബ്ലോക്ക് ബസ്റ്ററാണ്. ആ വർഷം ചന്ദ്രമുഖി ആയിരുന്നു ടോപ്പ് ഗ്രോസർ. അത് കഴിഞ്ഞ അന്യനാണ്. എനിക്ക് തോന്നുന്നു അന്യൻ എല്ലാം കൂടി വേൾഡ് വൈഡ് എല്ലാ കളക്ഷനും കൂടി 100 കോടി കടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എക്സാക്ട് കണക്കറിയില്ല. എങ്കിലും ചന്ദ്രമുഖിക്ക് തൊട്ട് താഴെയാണ് 100 കോടിയുടെ അടുത്തോ അതോ 100 കോടിക്ക് വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ഞാൻ പറഞ്ഞത്. അത്രത്തോളം എന്തായാലും നല്ലോണം കളക്ഷൻ കിട്ടിയിട്ട് സിനിമയാണ്. കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു തമിഴ് സിനിമയ്ക്ക് കളക്ഷൻ ബ്രേക്ക് ചെയ്തൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് റൈറ്റ്സ് കേരളത്തിൽ വിറ്റ സിനിമയായിരുന്നു. തമിഴ്നാട്ടിൽ അന്ന് ഏറ്റവും കൂടുതൽ പ്രിന്റുകൾ, എനിക്കൊണ്ട് വിക്രമിന്റെ തന്നെ കരിയറിൽ ഏറ്റവും കൂടുതൽ വിക്രമിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ പ്രിന്റ് അവിടെ അത്രയധികം തിയേറ്റേഴ്സിലായിരുന്നു റിലീസ്. അതിന് തൊട്ട് മുമ്പ് ജെമിനി ആയിരുന്നു 100ഓളം പ്രിന്റ്. ആദ്യമായിട്ട് വിക്രമിന്റെ പടം 100 പ്രിന്റ് ഇറക്കിയ, അതായത് തിയേറ്റേഴ്സ് അന്ന് പ്രിന്റ് ആണല്ലോ, അത്രയും സ്ക്രീൻസ് കിട്ടിയ ഒരു സിനിമയായിരുന്നു വിക്രമിന്റെ ജെമിനിക്ക് ശേഷമായിരുന്നു ഇതുപോലെ തന്നെ അന്യൻ എന്ന സിനിമ. അന്യന്റെ സമയത്ത് അന്ന് വിക്രം തന്നെയായിരുന്നു രജനിക്ക് തുല്യം, അല്ലെങ്കിൽ രജനിക്ക് തൊട്ട് താഴെ. രജനിക്ക് തുല്യം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. രജനിക്ക് തൊട്ട് താഴെ വിക്രം ആ ഒരു ബിസിനസ് ഒക്കെ കൊണ്ടുവരുന്ന നടനാവും എന്ന് പറഞ്ഞ് അന്ന് വിക്രമായിരുന്നു. ഗജനിയുണ്ട്, അന്ന് ഗജനി ചെയ്ത് സൂര്യയുമുണ്ട്, അപ്പുറത്ത് തിരുപ്പാച്ചിയും തിരുമലയും ഗില്ലിയൊക്കെ ചെയ്ത വിജയം ഉണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് വിക്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. 2005 രജനിക്ക് തൊട്ട് താഴെ. പക്ഷെ അത് കേട്ട് അദ്ദേഹം 2 വലിയ സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. ഇതിന് ശേഷം അദ്ദേഹം മജ എന്ന് പറയുന്ന ഒരു ലൈറ്റ് സിനിമ നമ്മുടെ തൊമ്മന് മക്കളുടെ റീമേക്ക് ചെയ്തു. അത് പക്ഷെ അവിടെ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചാന്തുകൂട്ട് എന്ന് പറയുന്ന സിനിമ റീമേക്ക് ചെയ്യാൻ ആഗ്രഹിച്ചെന്ന് പിന്നെ അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. കാരണം ഒരു മലയാളം റീമേക്ക് വർക്കൗട്ട് ആയില്ല. അത് കഴിഞ്ഞാണ് അദ്ദേഹം ഭീമ, കന്ദസ്വാമി ഈ 2 സിനിമകളൊക്കെ അദ്ദേഹം ഡേറ്റ് മാറ്റിവെച്ച് 2008 ഭീമ ഇറങ്ങുന്നു, 2009 കന്ദസ്വാമി ഇറങ്ങുന്നു. ഈ 2 സിനിമയും വിചാരിച്ച പോലെ ഏറ്റില്ല. എനിക്കൊണ്ട് കന്ദസ്വാമി ലാഭമാണെന്ന് തോന്നുന്നു എൻ്റെ പ്രൊഡ്യൂസർക്ക്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കുറച്ച് ഏരിയാസ് നഷ്ടം വന്നിട്ടുണ്ട്. ഭീമ പക്ഷെ നഷ്ടമായിരുന്നു. എങ്കിൽ പോലും ഒരു അന്യനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 സിനിമയും അന്യന് മുകളിൽ പോകേണ്ടതാണ് ശരിക്ക്. അങ്ങനെയാണ് ഒരു താരത്തിന്റെ മൂല്യം കൂടുന്നത്. പക്ഷെ ഈ 2 സിനിമ വിജയന് അന്ന് വിക്രമിന് അന്ന് വലുതായിട്ട് ഗുണം ചെയ്തില്ല. ഈ ഒരു സമയത്താണ് സൂര്യയുടെ ഹിറ്റുകൾ, അയനും ആദവനും വാരണമായിരവും പിന്നീട് സിംഗം വരെ എത്തി നിൽക്കുന്ന സൂര്യയുടെ ഹിറ്റുകൾ വരുന്നത്. അപ്പൊ സൂര്യ അന്ന് വിക്രമിന്റെ മുകളിലോട്ട് പോയി. വിജയ് അന്ന് പരാജയപ്പെട്ട് നിൽക്കുകയാണ്, സൂര്യയൊക്കെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇത് കഴിഞ്ഞ അദ്ദേഹം മണിരത്നത്തിന്റെ രാവണൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. രാവണൻ നല്ലൊരു സിനിമയായിരുന്നു. വിക്രമിന് വലിയൊരു അഭിനയ സാധ്യതയുള്ള റോളായിരുന്നു. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയതാണ്. അദ്ദേഹം തമിഴിലും ഹിന്ദിയിലും മറ്റ് പൃഥ്വിരാജ് ചെയ്ത തമിഴ് ചെയ്ത വേഷം അദ്ദേഹം ഹിന്ദി ചെയ്യുന്നു. അവിടെ അഭിഷേക് ബച്ചൻ രാവണന്റെ വേഷം ചെയ്യുന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ചെയ്ത കുറച്ച് സിനിമകൾ പറയുകയാണെങ്കിൽ ദൈവത്തിരുമകൾ നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ കുറച്ച് മാസ് സിനിമകളും അദ്ദേഹം ചെയ്തു. രാജാപട്ട എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, സ്കെച്ച് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ എന്ന് പറയുന്ന സിനിമ ശങ്കറിന്റെ തന്നെ 2015 റിലീസാവുന്നു. ഐയും വിക്രമിന്റെ കരിയറിലെ എനിക്ക് തോന്നുന്നു 250 കോടിയോളം ഗ്രോസ് കളക്ഷൻ കിട്ടിയ ഒരു സിനിമയായിരുന്നു. അത് വിക്രമിന്റെ കരിയറിൽ ആ വർഷത്തെ ഏറ്റവും വലിയൊരു ഗ്രോസർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ 2016 ഇരുമുഖൻ വിജയിച്ചൊരു സിനിമയായിരുന്നു. 18 സ്കെച്ച്, സാമിയിട്ടു. പിന്നെ 2019 കടാരം കൊണ്ടേന്ന സിനിമ, അതിൻ്റെ ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു വേഷമാണ്. പിന്നെ 2022 3 സിനിമകളുണ്ട്. ഒന്ന് പൊന്നിയിൻ സെൽവൻ, അത് വിജയിച്ച ഒരു സിനിമ തന്നെയാണ്. പിന്നെ മഹാൻ എന്ന് പറഞ്ഞ സിനിമ, അത് കാർത്തിക് സുബ്രാജിന്റെ ഒരു ഗംഭീര സിനിമയെന്ന്, പക്ഷെ അത് OTT റിലീസായിരുന്നു. അതേ സമയത്ത് തന്നെ ഷൂട്ട് ചെയ്ത സിനിമയാണ് കോബ്ര തിയേറ്ററിൽ ഇറങ്ങി, പക്ഷെ കോബ്ര പരാജയമായിരുന്നു. പിന്നെ 2023 പൊന്നിയിൻ സെൽവൻ 2 ഇറങ്ങി, അതും വിജയിച്ചു. 2024 തങ്കലാൻ, അത് ഫ്ലോപ്പ് ആയിരുന്നു. ഇപ്പോൾ 2025 ഇനി റിലീസ് ആവാൻ നിൽക്കുന്ന 2025 വീരധീരസൂരൻ ഇറങ്ങിയിരുന്നു. അത് തട്ടുകേടില്ലാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷെ ധ്രുവനക്ഷത്രം എന്നുള്ള സിനിമയുണ്ട്, അത് 10 വർഷമായിട്ട് പെട്ടി കിടക്കാണ്. അത് കഴിഞ്ഞ് അടുത്തൊരു സിനിമ ഏതാണെന്നുള്ളത് പോലും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ അനൗൺസ്മെന്റ് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇത്രയും സിനിമകൾ ഞാൻ ഒന്ന് ഓടിച്ച് പറഞ്ഞത്, അന്യന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ അതുപോലെ ഒരു ഗംഭീര സിനിമ വിക്രമിന് കിട്ടിയില്ല എന്ന് പറയാം. ഐ എന്ന് പറയുന്ന സിനിമയുണ്ട്, പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന സിനിമയുണ്ട്. പക്ഷെ കളക്ഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസർ ഇത് രണ്ടും അന്യനെക്കാട്ടും കൂടുതൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അന്യൻ പോലെ ഒരു വിജയമായിരുന്നു ഈ രണ്ട് സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് ഞാൻ പറയും. വ്യക്തിപരമായിട്ടും അന്യന്റെ അത്രയ്ക്ക് ഈ രണ്ട് സിനിമകളും എത്തിയിട്ടില്ല. പിന്നെ പൊന്നിയൻ സെൽവൻ അതൊരു വിക്രം സിനിമയല്ല. വിക്രമുണ്ട്, ജയം രവിയുണ്ട്, കാർത്തിയുണ്ട്, അതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എവിടെയാണ് വിക്രമിന് പാളിപ്പോയത് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സൂര്യയുടെ കാര്യം പറഞ്ഞ പോലെ പല ഇതില് ചർച്ചകളിലൊക്കെ പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട്. വിജയ് ഒരു ഫോക്കസിൽ പോയി. അദ്ദേഹം ഒരൊറ്റ ഫോർമുലയുള്ള സിനിമകൾ ചെയ്ത് അദ്ദേഹം ഒരു ടോപ്പ് ലെവലിലെത്തി. ഇപ്പൊ മുഖ്യമന്ത്രി. വിജയും സൂര്യയും മാസും ചെയ്യാൻ നോക്കി, ക്ലാസും ചെയ്യാൻ നോക്കി. പക്ഷെ ഇടയ്ക്ക് പരാജയങ്ങൾ സംഭവിച്ചു. വ്യത്യസ്തതകൾ തേടി പോയതാണ്. പക്ഷെ ഞാൻ എവിടെയോ ഒരു വായിച്ച പോലെ വ്യത്യസ്തതകൾ തേടി മഹാനടനാണ് അല്ലെങ്കിൽ ഭയങ്കര നടനാണെന്നുള്ള പേരെടുക്കാനും പുരസ്കാരങ്ങൾക്ക് പുറകെയൊക്കെ പോയതാണ് ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയത് എന്ന് പറഞ്ഞു. എന്തായാലും സൂര്യ ഇപ്പൊ കറുപ്പ് എന്ന് പറഞ്ഞ ഒരു മാസ് സിനിമ ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. വിക്രം തങ്കലാന്റെ ക്ഷീണത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ വിക്രമിൻ ഒന്ന് തിരിഞ്ഞു നോക്കി വിക്രമിന്റെ വന്ന വഴികൾ എവിടേക്കാണ് തെറ്റ് പറ്റിയത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഇനിയും അദ്ദേഹം കുറച്ച് നല്ല സിനിമകളൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞ തിയേറ്ററിൽ പ്രേക്ഷകരെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. വിക്രമിന്റെ വിജയിച്ച സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജെമിനി ആയാലും ധൂളായാലും സാമി ആയാലും ഒക്കെ ബ്ലോക്ക് ബസ്റ്റർ ആവാൻ കാരണം അതിൻ്റെ ഒരു മാസ് എലിമെന്റ്സ് തന്നെയാണ്, ഒരു ആഘോഷ സിനിമകൾ തന്നെയാണ്. അതുകൊണ്ട് വിക്രമിന്റെ തെറ്റുകളും തിരിച്ചറിഞ്ഞ് തിരുത്തി കുറച്ച് ഉഗ്രൻ സിനിമകളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയും അദ്ദേഹത്തിന് ഒരു സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ പറഞ്ഞതിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമന്റ് ചെയ്യുക.